പള്ളുരുത്തിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഇമാം ഷറഫുദ്ദീൻ നദ്വി ഈദ് സന്ദേശം നൽകി. വെറും ബലി നൽകൽ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതുപോലും സാമൂഹ്യ നന്മയ്ക്കും ദൈവപ്രീതിക്കായും സമർപ്പിക്കുകയെന്നതാണ് ബലിപെരുന്നാളിന്റെ വലിയ സന്ദേശമെന്ന് നദ്വി തന്റെ സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു. തങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്തും ഒരു സന്ദർഭം തേടുന്ന അവസരത്തിൽ നൽകുക. സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നു. യുദ്ധങ്ങൾ, കലാപങ്ങൾ, ദുരിതങ്ങൾ, പ്രളയങ്ങൾ, പകർച്ചവ്യാധികൾ, കോവിഡ് നേരിട്ടാളുക. അത്തരം അവസരങ്ങളിലൊക്കെ ഷെയർ ചെയ്യുവാനുള്ള നമ്മുടെ സന്നദ്ധതയെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇത്തരം അനുഷ്ഠാനം. കോർപ്പറേഷൻ കൗൺസിലർ PS വിജു, ദേവസ്വം മാനേജറും പാലിയേറ്റീവ് പ്രവർത്തകനുമായ മോഹനൻ, SN ക്ലബ് സെക്രട്ടറി വിപിൻ കുമാർ, റിട്ടയർഡ് SIയും കാരുണ്യ സേവാഭവൻ സെക്രട്ടറിയുമായ ലോറൻസ്, സാമൂഹ്യ പ്രവർത്തകൻ ദാമോദരൻ എറണാട്ട്, മുതിർന്ന പത്രപ്രവർത്തകൻ അബ്ദുള്ള മട്ടാഞ്ചേരി, ദളിത് ആക്ടിവിസ്റ്റ് അംബരീഷൻ മാസ്റ്റർ, സാമൂഹ്യ പത്രപ്രവർത്തകൻ ഹാരിസ് അബു, ആക്ടിവിസ്റ്റും ഗായകനുമായ ഷെരീഫ് മൈത്രി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. എല്ലാ വിഭാഗത്തിനും എൻ്റെ ഈ സുഹൃത്തുക്കളാണ്. അവരെല്ലാം ഈ പെരുന്നാളിനൊക്കെ നോമ്പിലും പെരുന്നാളിലും എല്ലാം നമ്മൾ വീട്ടിലൊക്കെ നാം ചിരിക്കുകയും സമാധാനിക്കുകയും സന്തോഷിക്കുകയും ഇങ്ങനൊരു കൂട്ടായ്മയ്ക്ക് മനസ്സുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദിവ്യശക്തിയെ നാം പ്രണമിക്കുന്നു. എല്ലാവരെയും ചേർത്ത് പിടിക്കുക, ഒരാളും അപ്പുറത്തല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, അവർ ഒന്നിച്ചു നിർത്തുക. ആ നിലയിൽ നമ്മൾ സഹോദരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു സാഹോദര്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. എല്ലാവർക്കും പ്രതാപൻ സാബു, ഗസൽ ഗായകൻ സലാം പള്ളുരുത്തി എന്നിവർ സന്നിഹിതരായി. TP അബ്ദുൽ ഗയു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പീസ് വാലി സൈക്കോളജിസ്റ്റ് ഫാത്തിമ അൻസാരി സമാപനവും PM അലി നന്ദിയും പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ ഉണർത്തുന്ന ഗാനം ഷെരീഫ് മൈത്രി ആലപിച്ചത് ശ്രദ്ധേയമായി. സൗഹൃദം സംഗമങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. സൗഹൃദം വീടുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെല്ലാവരും ഉണ്ടാക്കണം എന്നുള്ളതാണ്. തികച്ചും സാഹോദര്യവും സമഭാവനയും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് വരണം. ജനങ്ങൾക്കിടയിൽ നമ്മളെന്നും നിറഞ്ഞു നിൽക്കണം. അത് നെഗറ്റീവായിട്ടല്ല, ഒന്ന് പോസിറ്റീവായിട്ട്. അങ്ങനെയുള്ള മുഖങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.